ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം കുരിശുമെടുത്തുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാകുന്ന കുരിശ്. അല്ലാതെ പ്രിയമുള്ളവരെ, ഒരു വലിയ മരക്കുരിശുണ്ടാക്കി എൻ്റെ പിന്നാലെ നീ വഹിച്ചവനല്ല ഈശോ പറഞ്ഞു പ്രിയമുള്ളവരെ. മറിച്ച് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളാകുന്ന കുരിശുകൾ, പ്രശ്നങ്ങളായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, തകർച്ചയായിരിക്കാം, മുറിപ്പെടുത്തുന്ന വേദനകളായിരിക്കാം, നമ്മുടെ ബന്ധങ്ങൾ വിട്ടുപോകുന്ന എന്തുമാകട്ടെ, രോഗാവസ്ഥ എന്തുമാകട്ടെ, മറ്റുള്ളവരിൽ നിന്ന് വാക്കിലൂടെ പ്രവൃത്തി കടന്നു വരുന്നതായ വേദനയായിരിക്കും എന്തുമാകട്ടെ, ആ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നമ്മളൊക്കെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ സഹനങ്ങൾ നീങ്ങിപ്പോണെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് പ്രിയമുള്ളവരെ. ഒരു കാര്യം തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും നിന്നെ പരിപാലിക്കുന്ന, സൃഷ്ടിച്ച് നിന്നെ സ്നേഹിക്കുന്ന ദൈവം കർത്താവ് അറിഞ്ഞാണ് അനുവദിച്ചാണ് ആഴമായ ബോധ്യം, വിശ്വാസം വേണം. പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം 4-ാം അനുപ്രായമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വരുന്ന ദുരിതങ്ങളെല്ലാം ക്ഷമയോടെ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളെല്ലാം ക്ഷമയോട് സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ ശാന്തത വെടിയരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവ് സ്നേഹിക്കുന്ന മക്കളെയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ മനസ്സ് തകർന്നു പോകരുന്ന കർത്താവ് പറയുന്നത്. പ്രതികരിക്കരുത്. നമ്മളൊക്കെ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ അല്ലേ, സഹനങ്ങൾ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റും കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധി നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രതികരിക്കും അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ വരുന്ന ദുരിതങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുന്ന കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈശോ നേരത്തെ പറയുന്നുണ്ട്, ശാന്തത, മനസ്സിൻ്റെ ശാന്തത വെടിയല്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സ്വർണം എപ്രകാരം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു. നമുക്കറിയാം, സ്വർണം നമുക്കറിയാം അഗ്നിയിൽ ശോധന ചെയ്തെങ്കിൽ മാത്രമേ അത് പ്യുവർ സ്വർണമായിട്ട് കിട്ടുകയുള്ളൂ അല്ലേ. ഹല്ലേലൂയ. പിന്നെ ചെടിയെല്ലാം മാറി, അഴുക്കെല്ലാം മാറി എങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ശോഭ കിട്ടുകയുള്ളൂ അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.